ഹായ് നമസ്കാരം, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി മോര് കാച്ചിയതാണ്. ഒരു തെക്കൻ സ്റ്റൈൽ മോര് കാച്ചിയത്. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്താക്കുന്നത് നല്ല പുളിയുള്ള തൈരാണ്, കട്ട തൈരാണ് എടുത്താക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, മിക്സിയിൽ അടിച്ചാൽ ഭയങ്കര വെള്ളമായിട്ട് പോകും. അപ്പം നമുക്കിത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന്. ഞാൻ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ച് നമുക്ക് എടുത്തു വെക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, ഒരു 8 പച്ചമുളക്, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. നമുക്കിതിനെല്ലാം അരിഞ്ഞെടുക്കാം. നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. എപ്പോഴും ഒരു കാച്ചിയതിന് സവോള നീളത്തിലരിയുന്നതായിരിക്കും നല്ലത്. ഇച്ചിരി കനം കുറച്ച് നീളത്തിലരിഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വേറെ കഷ്ണങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും. അങ്ങനെ നമുക്ക് വെളുത്തുള്ളി തന്നെ അതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. എല്ലാം നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് പേസ്റ്റ് ആക്കിയിടാം, അതായത് പേസ്റ്റല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനെപ്പോഴും ഇങ്ങനെ നീളത്തിലരിഞ്ഞാണ് മോര് കാച്ചിയത് ഉണ്ടാക്കാറ്. അതുപോലെ പച്ചമുളക് ഒന്ന് നടുവെ കീറിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് മോര് കാച്ചുന്നതെന്ന് നോക്കാം. ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അപ്പം നമ്മുടെ കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. കടുക് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അധികം ഉലുവയുടെ ആവശ്യമില്ല, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് നല്ല ജീരകം അധികം ആവശ്യമില്ല, കുറച്ച് ജീരകവും കൂടെ നമുക്കിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പം ഉലുവയുടെയും ജീരകത്തിൻ്റെയും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. നമ്മൾ തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക, അടിയൊക്കെ ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം റെഡിയായി വരുന്നു. ഞാനിപ്പോൾ അത് ഉപ്പിടാതെയാണ് വഴറ്റിയേക്കുന്നത്. നമ്മൾ ഉപ്പിട്ട് വഴറ്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ മോരൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അല്ലാതെ തന്നെ വഴറ്റുന്നതായിരിക്കും നല്ലത്. ഒരു പകുതി ഇതാവുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ സവോള വഴണ്ട് കിട്ടും. അപ്പോൾ ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സവോളയ്ക്കൊരു കളറാവും, മോരൊഴിക്കുമ്പോഴും നല്ല കളർ കിട്ടും. അപ്പോൾ നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇനി തീ ഓഫ് ചെയ്ത് ചട്ടി വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. കാരണം നമ്മൾ അങ്ങനെ മോരൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചട്ടി ആറിയിട്ട് ഒഴിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സവോള ഇതെല്ലാം റെഡിയായി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഉപ്പ് പിന്നീടാണ് ചേർക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന മോരെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കുക, അല്ല നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി തീ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം. അപ്പോൾ നമ്മുടെ മോരും സവോള ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിക്കണം. ഉണ്ടോ, അധികം കൊഴുപ്പ് ഇച്ചിരി ഇതുണ്ട്, അധികം വെള്ളമൊന്നുമില്ല, നല്ലൊരു കട്ടിക്കിരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ശകലം വെള്ളം ചേർക്കാം. അപ്പോൾ നമുക്ക് ആ ബൗളിനകത്തേക്ക് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് മതിയാകും. അധികം അങ്ങ് നീട്ടിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മളിതൊരു ഉപ്പിട്ടിട്ടില്ല, നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്.
മോരിലേക്കും സവോളയ്ക്കും എല്ലാത്തിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇത് ഓക്കെയാണ്. പിന്നെ നമുക്ക് തീ ഓൺ ചെയ്യുക, ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്ക് കൈ മാറ്റരുത്. മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കറി പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒന്ന് വെള്ളം വറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഇനി ഒന്ന് താളിച്ചിടാം. കടുകിനൊന്നും ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കാച്ചി ഇടാം. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക്. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മുളക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇനി ഒരു ഇതും കൂടെ ചേർക്കാനുണ്ട്. ലാസ്റ്റ് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടി, നമ്മുടെ ഒരു കളറിന് വേണ്ടി മാത്രം. നമ്മൾ അത്യാവശ്യം വറ്റൽമുളകും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, പെട്ടെന്ന് തന്നെ ഒഴിക്കുക, അല്ലെങ്കിൽ വേറെ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ മോരിനകത്തേക്ക് നമ്മൾ കാച്ചിയ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുളക് കാച്ചിയത് ഉണ്ടോ, നല്ലൊരു ചുമന്ന കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ റെഡിയാവും നമ്മുടെ മോര് കറി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടോ, നല്ല ചുവപ്പ് നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ തീരൊന്നും ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ഓഫ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒരു സെർവിങ് ബോളിനകത്തേക്ക് മാറ്റാം. നല്ല കട്ടിയായിട്ടുള്ള മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് കളറും കാണാൻ നല്ലൊരു ചുവപ്പ് കളർ. ഇതാണ് നമ്മൾ മുളക് കാച്ചി വയ്ക്കുന്നതിൻ്റെ ഒരു ഇതാണ്, മുളക് പൊടി ലാസ്റ്റ് ഇടുന്നതിൻ്റെ. അപ്പോൾ സ്വാദിഷ്ടമായ മോരുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.